ഹലോ, ഇന്ന് എൻ്റെ ആയിക്കോട്ടെ ഒരു ഡേ ഇൻ ലൈഫ് ആയാലോ. രാവിലെ തന്നെ എണീച്ചിട്ട് ആശയ്ക്ക് കുറച്ച് ബെഡ് ടൈം ഞാൻ കൊടുക്കും കേട്ടോ. കാരണം അവൾ ഒന്ന് ഓക്കെ ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അവളെ ഞാൻ കൊണ്ടവളെ പോട്ടിയിൽ ഇരിക്കും കേട്ടോ. അവൾ ഇപ്പം അതിൽ കംഫർട്ടാണ്. ആദ്യമൊക്കെ കരച്ചിലായിരുന്നു, പക്ഷെ ഇപ്പം ആശാത്തി ഓക്കെ. ഞങ്ങൾ രണ്ടും കൂടെ ബ്രഷ് ചെയ്യാൻ പോയി കേട്ടോ. ആക്ച്വലി ആയിക്കുട്ടിക്ക് ഇതുവരെയ്ക്കും ഒരു പല്ലുപോലും വന്നിട്ടില്ല. 11 മാസമായി. പിന്നെ അവൾ നൈറ്റ് ഫുള്ള് ഫീഡ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അവളെ ബ്രഷ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതാണ് ആയിക്കുട്ടിക്ക് ആകെപ്പാടെ ഇഷ്ടമുള്ളൊരു കളിപ്പാട്ടം. അപ്പോൾ അതും വെച്ച് കുറച്ച് നേരം എൻ്റെ കൂടെ അടുക്കളയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യും. പിന്നെ അവൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പഴം പുഴുങ്ങിയതും നെയ്യാണ് കേട്ടോ. നെയ്യ് ഹോം മെയ്ഡൊന്നുമല്ല, പക്ഷേ ഹോം മെയ്ഡാണ് ബെറ്റർ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് പാളിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കടയിൽ നിന്ന് തന്നെ വേണം. ഞാൻ ആദ്യം അവൾക്ക് വാം വാട്ടർ കൊടുക്കും, അതിന് ശേഷമാണ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ എത്ര ഫുഡ് ഇപ്പം കൊടുത്താലും ഫസ്റ്റ് ഒരു ബൈറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ഇടയ്ക്ക് വെച്ച് വയ്യാതായി, അതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ. മുൻപ് കുഴപ്പമില്ലാതെ കഴിക്കുമായിരുന്നു, ഇപ്പം പക്ഷേ ഇച്ചിരി പാടാണ്. ഇങ്ങനെയൊക്കെയോ അത് കഴിപ്പിച്ചിട്ട് ഞാൻ അവളെ എണ്ണ തേപ്പിച്ചിട്ട് കുറച്ച് നേരം കളിക്കാൻ വിട്ടു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ആക്ച്വലി ഞങ്ങളെ റൊട്ടീൻ ഇങ്ങനെയല്ല. ശിവ വരുമ്പോൾ മോർണിംഗിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗ് വന്നപ്പോൾ അവൾ ഫീഡ് എടുക്കുകയായിരുന്നു. പിന്നെ അവളെ എണിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇന്ന് നേരം വെളുത്തിട്ട് ആക്കുകയാണ് ചെയ്തിട്ടോ. അതിനുശേഷം ഞങ്ങളെ കുളിപ്പിച്ച് ആശത്തി കുളിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കൂട്ടത്തിലൊന്നുമില്ല കേട്ടോ. അവൾ ആദ്യമേ തന്നെ അത് അവൾക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ കുളിപ്പിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ ഞങ്ങളെ കിടത്തിയതാണ്. അപ്പോഴാണ് ഗ്യാസ് വരുന്നതെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചത്. അതിലവൾ പെട്ടെന്ന് ചാടി എണിച്ചു. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, പക്ഷേ അപ്പോഴൊന്നും ഗ്യാസ് വന്നില്ല. പിന്നെ ആ സമയത്ത് ഞാൻ അവളെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവൾക്കൊരു മുട്ട പുഴുങ്ങിക്കൊണ്ട് കൊടുത്തു കേട്ടോ. കാരണം ഏകദേശം ഇതൊരു 1 മണിയായിരുന്നു. അപ്പം സാധാരണ ഫുഡ് കഴിക്കേണ്ട സമയമാണ്. അപ്പം ഇവള് ലേറ്റായി എണീച്ചതുകൊണ്ടും പിന്നെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ പിന്നെ ഒരു മുട്ടയും കൂടെ കൊടുത്തിട്ട് അവളെ ഒന്ന് കൊണ്ടുപോയി. അതിനുശേഷമാണ് സത്യം ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം രാവിലെ ഫുൾ ആയിക്കുട്ടിയുടെ കൂടെ ആയിരിക്കും. പിന്നെ എനിക്ക് ശിവയ്ക്ക് ഫുഡ് കൊടുത്തേക്കുന്ന ആ ഒരു ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ 1 മണിക്ക് ശേഷമാണ് ഉണ്ടാക്കുന്നത്. കാരണം അവൻ നൈറ്റാണല്ലോ. പിന്നെ ഈ അമ്മമ്മയാണ് എനിക്ക് എല്ലാം അരിഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഞാൻ അരിയാനൊക്കെ ഉള്ള നേരത്തെ കൊണ്ട് അമ്മമ്മേനെ കൊടുത്തിരിക്കും, തോരത്തിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അമ്മമ്മ അരിഞ്ഞിട്ട് കൊണ്ടുതരും. പിന്നെ ഞാൻ ഫുഡൊക്കെ റെഡിയായിട്ട് അപ്പോഴത്തേക്ക് അവളും എണിച്ചായിരുന്നു. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ എനിക്ക് അതിനുള്ള എനർജി കിട്ടത്തില്ല. ഇവളെ കൂടെ അത്യാവശ്യം കുറച്ച് സമയം ഇരിക്കേണ്ടി വരുമല്ലോ. അതിൻ്റെ ഇടയിൽ അവൾ എനിക്ക് ചെറിയ പണിയായിരുന്നു. ഞാൻ കഴുകിക്കൊണ്ടിട്ടുന്ന ഡ്രസ്സുകളെല്ലാം കൂടെ വാരിത്തറയുന്നു, ഞാനെടുത്ത് വയ്ക്കുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. നമ്മൾ പിന്നെ കുറേ ടൈം നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഇങ്ങനെ കളിച്ച് പോകും. പിന്നെ ഞാൻ അവൾക്ക് ഫുഡ് എടുത്തു. ഇത് ആക്ച്വലി പകുതി പട്ടിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും ഒക്കെയാണ്. തോരനും രസമായിരുന്നു ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഇരുന്ന് ആദ്യത്തെ ഒരു ബൈറ്റ് പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ നിർബന്ധിച്ച് കുറച്ച് കൊടുത്ത് പിന്നെ ഇങ്ങനെ ഭയങ്കര കരച്ചിലായപ്പോൾ ഞാനങ്ങ് നിർത്തി. അതിനുശേഷം അവളെ കുളിപ്പിച്ചിട്ട് ഫീഡ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം കളിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് പുറത്തൊരു പട്ടി നിൽക്കുന്നുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടം ബഹുവിനെയാണ്. അപ്പോൾ പട്ടിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. കുറേ സമയം അങ്ങനെ ഇങ്ങനെ നിന്നു. പിന്നെ ആ സമയത്ത് ശിവ എണീച്ചു വന്നു. അപ്പം ഞാൻ അവൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അവനുള്ള ഫുഡ് പാക്ക് ചെയ്ത് കേട്ടോ. അപ്പം അവൻ നൈറ്റ് ചോറാണ് കഴിക്കുന്നത്. അപ്പം ഞാനൊന്ന് ചോറ് കൊടുത്തേക്കും. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ചായ ഇട്ട് പിന്നെ അവൾക്കൊന്ന് വീണ്ടും ഫീഡ് ചെയ്തിട്ട് ഞങ്ങൾ ചായ കുടിക്കും കേട്ടോ. പിന്നെ ഇവർ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം പിന്നെ അവൻ തന്നെ അവളെ ഉറക്കി. അവരെ ഒരു ടൈമാണ് ആ സമയം. ക്യാബിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ ആ സമയത്ത് എനിക്ക് റെസ്റ്റാണ്. അപ്പം അവർ രണ്ടുപേരും കൂടെ കുറേ ടൈം അങ്ങനെ അങ്ങ് പോവും. ഒന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത്. പക്ഷേ ആശയത്തിൽ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം അമ്മ വന്നാൽ മാത്രമേ എനിക്കൊന്ന് കുളിക്കാൻ കയറാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ആരെ ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അമ്മ വരുന്നത്. അമ്മയെ കണ്ട പാടെ തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ കുടയൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ആശയത്തിൽ ചാടി അങ്ങ് പോകാനുണ്ട്. പിന്നെ അമ്മ അവളൊരു സന്തോഷത്തിന് വേണ്ടി അവളെ എടുത്ത് ജസ്റ്റ് ഒന്ന് മുറ്റത്തൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങ് വന്നു കേട്ടോ. കാരണം പുറത്ത് അവളങ്ങനെ അധികം പോവാറില്ല. പിന്നെ ആയിക്കൂടി ഈ നൈറ്റ് ഫുഡ് ഞാൻ ഓട്സാണ് കേട്ടോ കൊടുത്തത്. കാരണം റാഗി ഉണ്ടാക്കിയത് കളഞ്ഞു വരികയായിരുന്നു. അപ്പം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരു നൈറ്റ് ഫുഡ് കഴിക്കുന്നത്. അവിടെ കുറച്ച് നേരം കളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ അതിനുശേഷം കുളിപ്പിച്ചിട്ട് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ടിട്ട് പിന്നെ ഞാൻ അവളുമായിട്ട് ഒരു 10:30 ആകുമ്പോൾ നമ്മൾ കിടക്കുന്നത്. പക്ഷെ 10:30 കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങാറില്ല. പിന്നെ നമ്മൾ എണീച്ചെന്നത് ഇതുപോലെയൊക്കെ ഇങ്ങനെ കളിച്ച് ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഉറങ്ങുക. ചില ദിവസം 10 മണിക്ക് ഉറങ്ങിയാലായി. പിന്നെ ഇതൊക്കെ ഞങ്ങളെ ക്വാളിറ്റി ടൈംസാണ് കേട്ടോ. ഞങ്ങളും അവളും കൂടെ കുറേ ഇങ്ങനെ പിന്നെ അങ്ങ് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.